കണ്ണൂരിൽ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പൊന്നൂസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുക. മുഖ്യമന്ത്രിയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അത്യാധുനിക CCTV സംവിധാനം ഒരുക്കാനും തീരുമാനമായി. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത്. നിലവിൽ പോലീസിന്റെ അന്വേഷണവും ജയിൽ വകുപ്പിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പൊന്നൂസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണം നടക്കുക. ജയിലിലെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന അന്വേഷണ പുരോഗതിയും മുഖ്യമന്ത്രി വിലയിരുത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ മതിലുകളിലെ വൈദ്യുതി ഫെൻസിംഗ് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതിലും മുഖ്യമന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിൽ വന്ന വീഴ്ചയെക്കുറിച്ചും അന്വേഷിക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആധുനിക സംവിധാനങ്ങളോടെയുള്ള CCTV ക്യാമറകൾ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയിലിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനവും ശക്തിപ്പെടുത്തും. ജയിലിനകത്ത് തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും. താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താനാണ് ശ്രമം. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന ജയിലുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി K ബിജു, ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് അഡീഷണൽ DGP P വിജയൻ എന്നിവരും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.